പേര് അന്ന അനൂപ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്, പൊയ്യൻകുട്ടി എന്ന സ്ഥലത്തുനിന്ന്. ഞാൻ 2024 ഒക്ടോബർ 27 ആയിരുന്നു ആദ്യത്തെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ പ്രത്യേക കാരണം, ഞാൻ മാൾട്ട പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രത്യേകമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. 2022 മുതൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കായിരുന്നു ഞാൻ മാൾട്ട പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തൊക്കെ ബസ്സിലിരുന്ന് കൃപാസന മാതാവിൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി 3 മാസമാണ് ഉടമ്പടിയുടെ കാലാവധി എന്ന്. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞായിരുന്നു നവംബർ ആ ഒരു മാസമാകുമ്പോഴേക്കും മാൾട്ടയ്ക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 മാസം കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് മാൾട്ടയ്ക്ക് കയറി പോവാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൊണ്ട് ഞാൻ ആഗസ്റ്റ് മാസം ആയപ്പോഴേക്കും റിസൈൻ വെച്ച് ഇറങ്ങി. അങ്ങനെ എന്നാലും ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ 27 ആയിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ദൈവം കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹം എനിക്ക് തന്നായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പ്രയറോ അങ്ങനെ കുർബാന കൂടലൊക്കെ വല്ലപ്പോഴും ആയിരുന്നു. സന്ധ്യാപ്രാർത്ഥന ഒട്ടുമില്ലായിരുന്നു. 2 വർഷത്തോളം ഞങ്ങളങ്ങനെ സന്ധ്യാപ്രാർത്ഥനയോ അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. അങ്ങനെ ഒക്ടോബർ 5 ആയിക്കഴിഞ്ഞപ്പോൾ അഖണ്ഡ ജപമാലയുടെ ഒരു കൃപാസന പത്രം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഞാൻ 9 തീയതി തൊട്ട് ഒക്ടോബർ 9 തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഞാൻ ഈ കൃപാസന പത്രം കണ്ടത് മുതൽ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒക്ടോബർ 9 തൊട്ട് ഞാൻ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചൊല്ലി തുടങ്ങിയായിരുന്നു. അപ്പം 3ാമത്തെ രഹസ്യം ചൊല്ലുമ്പോൾ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും കൃപാസന മാതാവിൻ്റെ അടുത്ത് എത്തണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒക്ടോബർ 27 അഖണ്ഡ ജപമാലയുടെ പിറ്റേ ദിവസം എന്നെ കൃപാസന മാതാവ് ഇവിടെ എത്തിച്ചു. പിന്നെ പ്രോസസ്സിങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഈ പുറത്തോട്ട് പോകുന്നവർക്കറിയാം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഇത് നമുക്ക് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിന് 3 ലക്ഷം രൂപയോളം ബാങ്കിൽ ഡിപ്പോസിറ്റ് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്ത പൈസ ഒക്കുന്നില്ലായിരുന്നു. കുറേ പേരോടൊക്കെ ചോദിച്ചു, തരാൻ പറ്റുന്നവരൊക്കെ തന്ന് സഹായിച്ചു. എന്നാലും 3 ലക്ഷം രൂപയോളം ബാങ്കിൽ ഡെപ്പോസിറ്റ് കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ 26 തീയതി ആയിക്കഴിഞ്ഞപ്പോഴേക്കും 27 ആണ് എനിക്ക് VFS അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ഡേറ്റ് വന്നത്. 26 ആകുമ്പോഴേക്കും നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെപ്പോസിറ്റ് കാണിക്കേണ്ട പേപ്പർ നമ്മുടെ കയ്യിൽ വേണം. പക്ഷേ 25 ആയപ്പോഴും എൻ്റെ കയ്യിൽ 3 ലക്ഷം രൂപയൊന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, ലണ്ടനിലുള്ളൊരു ആൻറ്റി. അപ്പോൾ ആദ്യം ആൻറ്റി പറഞ്ഞായിരുന്നു പൈസ തന്ന് സഹായിക്കാം എന്ന് പറഞ്ഞു, 1 ലക്ഷം രൂപയോളം തരാമെന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് വേണ്ടത് 3 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ വീട്ടിൽ കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പം ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൻറ്റി ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു 2 ലക്ഷം രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് കഴിഞ്ഞപ്പോൾ മാതാവ് ഒരുപാട് ആ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടതുപോലെ സഞ്ചാരി മാതാവ് ആൻറ്റിയുടെ രൂപത്തിൽ വന്ന് 2 ലക്ഷം രൂപയോളം ഞങ്ങൾ തന്ന് സഹായിച്ചു. പിന്നീട് എന്നാലും 1 ലക്ഷം രൂപയോളം വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞു പൈസ എന്ത് ചെയ്ത് ഒക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു എന്നാൽ ഡിസംബർ 5 വേറൊരു ബാച്ച് പോകുന്നുണ്ട്, ആ സമയമാകുമ്പോഴേക്കും പൈസ ഒപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 5 ആയപ്പോഴേക്കും എനിക്ക് 3 ലക്ഷം രൂപ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതിക്ക് മുന്നേ വേറൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി. ഈ 26 എനിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിന് എടുക്കാൻ പോകുന്ന ആ ഡേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ബസ്സിലിരുന്ന് കൃപാസന മാതാവിൻ്റെ വീഡിയോസ് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ബാങ്കിലെ മാനേജറിൻ്റെ സ്ഥാനത്ത് ഈശോ ഇരിക്കുന്നതായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ കടന്നു വരുമായിരുന്നു. ഒരു ചുവന്ന തിരുവസ്ത്രം ഇട്ട് ഒരു സ്വർണത്തിൻ്റെ കിരീടമൊക്കെ വെച്ച് ഈശോ ആ ബാങ്ക് മാനേജറിൻ്റെ സ്ഥാനത്തിരിക്കുന്നതായിട്ട് കുറേ തവണ എൻ്റെ മനസ്സിൽ തോന്നിച്ചു. അപ്പം ഞാൻ
ബാങ്കിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായിരുന്നു, കത്തീഡ്രൽ പള്ളി. അപ്പം ഞാൻ പള്ളിയിൽ പോയി കുറേ നേരം പ്രാർത്ഥിച്ചു. ഒരു അരമണിക്കൂറോളം ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി ചിലപ്പോൾ മാതാവ് എൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹം എനിക്ക് അല്ലെങ്കിൽ ഒരു അത്ഭുതം എനിക്ക് തരുമെന്ന് ഞാൻ വിചാരിച്ചു. അതായിരിക്കും എന്നെ മാതാവ് അങ്ങനെ ഒരെണ്ണം കാണിച്ചേ എന്ന് തോന്നി. പക്ഷേ ഞാൻ ആ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പള്ളി ഞാൻ നേരത്തെ ചെറുപ്പത്തിൽ പോയ പള്ളിയായിരുന്നു. എന്നാലും നമ്മൾ ചെറുപ്പം മുതൽ ആ പള്ളിയിൽ പോയാലും ആ ഈശോയുടെ ഒരു ഗ്രോട്ട ഉണ്ടായിരുന്നു. അത് നമ്മൾ മറന്നു പോയായിരുന്നു. അതിൽ എങ്ങനത്തെ കളറാണ് ഈശോയുടെ വസ്ത്രത്തിനൊക്കെ എന്ത് കളറാണെന്നുള്ളതൊക്കെ നമ്മൾ മറന്നു പോയായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ആ 26-ാം തീയതി ആ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിച്ച് ഈശോയുടെ അതേ രൂപമായിരുന്നു ആ പള്ളിയിൽ ഈശോയുടെ ഗ്രോട്ടോയിലുണ്ടായിരുന്നത്. ചുവന്ന ഒരു വസ്ത്രം ഇട്ട് സ്വർണത്തിൻ്റെ കിരീടമുള്ള ഈശോയാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് എന്താണെങ്കിലും മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടത്തും, എനിക്ക് എന്താണെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തരുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് എനിക്ക് സാധിച്ചില്ല. എന്നാലും മാതാവ് എനിക്ക് അങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണിച്ചു തന്നതിന് മാതാവിന് ഒരുപാട് നന്ദി. അങ്ങനെ ഡിസംബർ 5-ാം തീയതി ഞാൻ VFS അപ്പോയിൻമെൻറ്റ് എടുത്തു. VFS അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പോയപ്പോൾ ഞാൻ എൻ്റെ എല്ലാ പേപ്പറുകളിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ പേപ്പറുകളൊക്കെ മറിച്ച് നോക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പേപ്പറിൽ ലെറ്റേഴ്സൊക്കെ ശരിക്കും തെളിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ വീട്ടിൽ കുറേ ഒരു 10-15 തവണ ഞാൻ ആ തലേന്ന് വീട്ടിൽ വെച്ച് ഞാനതൊക്കെ അരിച്ചു പെറുക്കിയിട്ടും എനിക്കത് കാണാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷേ VFSൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാതാവ് എനിക്ക് ആ ലെറ്റർ, തെളിയാത്ത ലെറ്റർ എനിക്ക് മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ തന്നെ എനിക്ക് ആ പേപ്പർ അവധിയിൽ നിന്ന് മാറ്റാൻ പറ്റി. അങ്ങനെ അവിടെ വെച്ചും ദൈവമാതാവ് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ VFS അപ്പോയിൻമെൻറ്റ് ഡിസംബർ 5-ാം തീയതി എനിക്ക് എടുക്കാൻ സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഏജൻസിക്കാർ പറഞ്ഞായിരുന്നു ഒരു ഇൻ്റർവ്യൂ വരും, VFS അപ്പോയിൻമെൻറ്റ് എടുത്ത് VFSൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വരും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ എനിക്ക് ഇംഗ്ലീഷിൽ വലിയ പഠിപ്പൊന്നുമില്ല, എന്നാലും മാതാവ് എന്നെ സഹായിക്കണം കേട്ടോ എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഇങ്ങനെ ഇൻ്റർവ്യൂ വരരുത് കേട്ടോ മാതാവേ, എനിക്ക് ഇംഗ്ലീഷ് വലിയ ഇതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് മാതാവ് എനിക്ക് VFSൽ ഇൻ്റർവ്യൂ എനിക്ക് തരാണ്ട് തന്നെ ഈ ജനുവരി 20-ാം തീയതി എനിക്ക് വിസ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. നാളെ കഴിഞ്ഞ്, അതായത് ജനുവരി 29-ാം തീയതി രാവിലത്തെ 2:30 ഫ്ലൈറ്റിന് ഞാൻ മാൾട്ടയ്ക്ക് കയറി പോവുകയാണ്. ദൈവം ഒരുപാട് എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. പത്രം കൊടുക്കുമായിരുന്നു. ഒരു ട്രൈബൽ കുട്ടിയാണ്. അപ്പം ഞാൻ അവിടെ വായിക്കാനോ എഴുതാനോ അങ്ങനെ അറിയില്ലാത്തവർക്ക് ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ ഞാൻ പറയായിരുന്നു, നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളയരുത്, നിങ്ങൾ വായിച്ചില്ലേലും വായിക്കാൻ അങ്ങനെ അറിയത്തില്ല. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് 1-2 സാക്ഷ്യങ്ങളൊക്കെ, കുറേ വീടുകളൊക്കെ കയറാനുണ്ടായിരുന്നു. അപ്പം ഞാൻ 1-2 സാക്ഷ്യങ്ങളൊക്കെ അവിടെ നിർത്തി അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചതാണ്, ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹങ്ങൾ കിട്ടിയ സാക്ഷ്യമാണ് ഇത് എന്ന് പറഞ്ഞ് ഞാൻ ഓരോരുത്തർക്കും വായിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ ബൈബിൾ വായിക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി ഇച്ചിരിയൊക്കെ ഉഴപ്പി അതിന് മാതാവിനോട് ഞാൻ ഒരുപാട് സോറി ചോദിക്കുന്നു. ദൈവം ഇത്രയും അനുഗ്രഹം തന്ന ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ജോബിൻ്റെ പുസ്തകം 42-2 തിരുവചനം അരുളി ചെയ്യുന്നു, അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്ന് ഞാൻ അറിയുന്നു. അന്നൂപ് തനിക്ക് മാൾട്ടയ്ക്ക് പോകുവാനായിട്ടുള്ള സാധ്യതകൾ എങ്ങനെയാണ് തെളിഞ്ഞത്, അതിൻ്റെ അനുഭവമാണ് നമ്മോട് പങ്കുവയ്ക്കുക. തനിക്ക് അത് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ കൃപാസന പത്രത്തിലൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് വീഡിയോയൊക്കെ കാണാൻ തുടങ്ങി. പിന്നീട് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് ലഭിച്ച കുറച്ച് ബോധ്യങ്ങൾ, അതുപോലെ കുടുംബ പ്രാർത്ഥനയെന്ന് പറയുന്നതേ ഇല്ലാത്ത ഒരു കുടുംബം, 2.5 വർഷത്തോളമായിട്ട് അതൊന്നുമില്ലായിരുന്നു. എന്നാൽ ഈ മകൾ ഉടമ്പടി എടുത്തതിന് ശേഷം, പിന്നീട് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ കൃപാസന പത്രം കിട്ടുമ്പോൾ തന്നെ കുടുംബ പ്രാർത്ഥിക്കണമെന്നുള്ള ആ ഒരു താല്പര്യം തനിക്ക് തന്നെ തോന്നി തുടങ്ങി. അങ്ങനെ ഇവിടെ വരുന്നതിന് മുൻപേ 2 ആഴ്ച മുൻപേ കുടുംബ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും ഇന്ന് വരെയും കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല.
അതുപോലെ തൻ്റെ ആത്മീയ ജീവിതം, ബൈബിളൊക്കെ തിരുവചന വായനയും താൻ കൃപാസന പത്രം കൊടുക്കുന്നത് തൻ്റെ ഏരിയയിൽ ഉള്ള വ്യക്തികൾക്ക്, തൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ കൃപാസന പത്രം കൊടുക്കുമ്പോൾ അവർക്ക് വായിക്കാൻ അറിയില്ല. അതിനുവേണ്ടി മകൾ സമയമെടുക്കുകയാണ് അവർക്ക് വേണ്ടിയൊക്കെ വായിച്ചു കൊടുക്കുവാൻ. അങ്ങനെ ഈശോയെ കൊടുക്കുന്നതിന് ഒരു സന്തോഷത്തോടെ തന്നെ ഈ മകൾ മുമ്പോട്ട് പോകുന്നു. തനിക്ക് ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ തന്നെ, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഇല്ലാതിരിക്കണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയൊക്കെ തന്നെ തനിക്ക് വിസയുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കുവാനും ഇനി 2 ദിവസത്തിനുള്ളിൽ താൻ മാൾട്ടയ്ക്ക് പോകുന്ന കാര്യവുമൊക്കെയാണ് ഈ മകൾ പങ്കുവയ്ക്കുക. അതായത് കർത്താവിൻ്റെ ഉചിത സമയം, ആ സമയത്ത് ദൈവം ഇടപെടുന്നത്, അതാണ് ജോബിൻ്റെ പുസ്തകത്തിലും നാം കേട്ടത്. നമുക്ക് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.